ഡെവിൽ ലവ് ഭാഗം 10. അർജുൻ അവിടെ നിന്ന് ഒരു പടി മാറി സ്റ്റാഫുകളെ നോക്കി. ഹായ്, ഐ ആം അർജുൻ ഒബ്രോയ്. ഫ്രം ടുഡേ ഓൺവേഴ്സ് ഐ ആം യുവർ ബോസ്. ദിസ് കമ്പനി ഈസ് നൗ അണ്ടർ ഒബ്രോയ് ഗ്രൂപ്പ്. ഒരു നിമിഷം ഓഫീസ് മുഴുവൻ നെട്ടലിൽ മുങ്ങി. ഇഷാനി അവനെ നോക്കി, വിശ്വാസം വരാത്ത പോലെ. അവൻ വീണ്ടും തിരിഞ്ഞു. ഇത്തവണ അവൻ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു, ആൻഡ് വൺ മോർ തിങ്. അവളുടെ അടുത്തേക്ക് നടന്നു. ഓഫീസ് മുഴുവൻ ശ്വാസം പിടിച്ചു നിന്നു. യു ആർ ഫയർഡ്. അവൻ്റെ വാക്കുകൾ ശാന്തതയോടെ ആയിരുന്നു. ഇഷാനി ഞെട്ടി. സർ. അവളുടെ ശബ്ദം ഇടറി. ഐ സേ യു ആർ ഫയർഡ്. അവൻ ആവർത്തിച്ചു, കണ്ണു മാറ്റാതെ. ആൻഡ് യു ആർ അപ്പോയിൻറ്റഡ് ആസ് മൈ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. സാലറി 6 lakh per month. ഒരു നിമിഷം ഓഫീസ് മുഴുവൻ മൗനമായി. ഇഷാനി അവനെ നോക്കി വിശ്വാസം വരാത്ത ശബ്ദത്തിൽ പറഞ്ഞു, 6 lakh per month? എനിക്കെന്തിനാ ഇത്ര വലിയ സ്ഥാനം? ഞാനൊരു ഡിഗ്രി ഗ്രാജുവേറ്റ് മാത്രമാണ് സർ. അവളുടെ ശബ്ദം ഇടറി. ചുറ്റുമുള്ളവരുടെ മുഖഭാവം മാറി. ചിലർക്ക് സന്തോഷം, ചിലർക്ക് അസൂയ. ഗായത്രി എന്ന ഗായു ദൂരെ നിന്ന് നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് അത്ഭുതവും ഒപ്പം ഒരു ചെറിയ സന്തോഷവും ഉണ്ടായിരുന്നു. ഇഷാനിയുടെ ജീവിതം മാറാൻ പോകുന്നു എന്ന് അവൾക്ക് തോന്നി. ഇഷാനി വീണ്ടും എന്തോ പറയാൻ നോക്കിയപ്പോൾ അർജുൻ അവളെ കൈകൊണ്ട് തടഞ്ഞു. പിന്നെ പറഞ്ഞു, ക്വാളിഫിക്കേഷൻ അല്ല ഞാൻ നോക്കുന്നത്, കേപ്പബിലിറ്റിയാണ്. അവനൊരു സെക്കൻഡ് അവിടെ നോക്കി നിന്നു. ഇഷാനി നിശബ്ദയായി നിന്നു. അവളുടെ ഉള്ളിൽ പേടിയും അത്ഭുതവും സംശയവും എല്ലാം ഒരുമിച്ച് കലർന്നിരുന്നു. പിന്നീട് അവളുടെ കൈയും പിടിച്ച് അവൻ മുന്നോട്ട് നടന്നു. എല്ലാവരും നെട്ടി അവളെയും അവനെയും നോക്കി. സർ. ഇഷാനി വിളിച്ചു. അവൻ അവളെ നോക്കി. സർ. ഇഷാനിയുടെ ശബ്ദം വീണ്ടും വിറച്ചു. എന്തൊക്കെ ചെയ്യുന്നത് സർ? അവൾ പറഞ്ഞു. എന്നെ നിർത്തി, പക്ഷേ കൈവിട്ടില്ല. പിന്നോട്ട് തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. ഡോണ്ട് ക്വസ്റ്റ്യൻ മൈ ഡിസിഷൻ ഇൻ ഫ്രണ്ട് ഓഫ് എവരി വൺ. അവൻ്റെ ശബ്ദം താഴ്ന്നതായിരുന്നു, പക്ഷെ അതൊരു ഓർഡർ പോലെ തന്നെ തോന്നിച്ചു. ഇഷാനി ഒന്നും പറയാതെ തല താഴ്ത്തി. അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. അവളുടെ കൈ ഇപ്പോഴും അവൻ്റെ പിടിയിലായിരുന്നു. ഓഫീസ് മുഴുവൻ നിശബ്ദയായി അവരെ നോക്കി നിന്നു. അവൻ അവളെ കൊണ്ട് കാറിൽ കയറി. അവർ കയറിയതും വണ്ടി മുന്നോട്ട് കുതിച്ചു. അവൾക്കൊന്നും മനസ്സിലായില്ല. തൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് അവൾ ചിന്തിച്ചു. അവൾ അർജുനെ ഒന്ന് നോക്കി. എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ സമയം അവൾക്ക് രാജുവിൻ്റെ ഓർമ്മ വന്നു. അവൾക്ക് ഉറപ്പായിരുന്നു അവൻ്റെ അവസ്ഥയ്ക്ക് പിന്നിൽ അർജുനാണ് എന്ന്. പക്ഷെ ചോദിക്കാൻ പേടിയാണ്. കുറച്ച് സമയത്തിന് ശേഷം വണ്ടി ഒബ്രോയ് ഇൻഡസ്ട്രീസിൽ വന്നു നിന്നു. അവൾ കൗതുകത്തോടെ ആ ഓഫീസിലേക്ക് നോക്കി. 20 ഫ്ലോറുള്ള ഒരു വലിയ ഓഫീസ്. സ്വർണ്ണത്തിൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് ഒബ്രോയ് ഇൻഡസ്ട്രീസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൾ അവിടെയെല്ലാം നോക്കി. നല്ലൊരു പോസിറ്റീവ് എനർജി അവൾക്ക് അനുഭവപ്പെട്ടു. ശേഷം അവൻ അവളുടെ കയ്യിൽ പിടിച്ചിറക്കി. അവൾ നെട്ടി അവനെ നോക്കി. അപ്പോഴാണ് താൻ ഇപ്പോൾ ആരുടെ കൂടെയാണ് എന്ന് അവൾ ഓർക്കുന്നത് തന്നെ. അവളിൽ നിന്ന് അല്പം മാറി നിന്ന പരിഭ്രമം വീണ്ടും നിറഞ്ഞു. അവൻ അത് ശ്രദ്ധിക്കാതെ അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അവൻ്റെ വാത്സല്യം അവനെ അന്തിച്ചു നോക്കി. കാരണം ഒരു പെണ്ണുങ്ങളോട് സംസാരിക്കാത്ത തങ്ങളുടെ ബോസ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെയാണ്. പക്ഷേ സ്റ്റീഫൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ട്. അത്രയും സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന ചിരി. അർജുൻ അവളെ കൂട്ടി ഓഫീസിലേക്ക് കയറി. സ്റ്റാഫുകളൊക്കെ അവരെ നോക്കുന്നുണ്ട്. ഇഷാനി കണ്ടു തന്നെ നോക്കുന്ന സ്റ്റാഫിനെ. ഇഷാനിക്ക് അതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. റൂമിലെത്തിയപ്പോൾ അർജുൻ അവളുടെ കൈ വിട്ടു. സർ, എന്തൊക്കെ ഇത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അർജുൻ അവളെ നോക്കി. ഇഷാനി, ഇനി ഇതാണ് തൻ്റെ ഓഫീസ്. ഇന്നു മുതൽ താൻ എൻ്റെ PA ആണ്. പിന്നെ ഇതാണ് തൻ്റെ ഓഫീസ് റൂം. അവൾ റൂം നോക്കി. അവൾക്കായി ടേബിളിൽ എല്ലാ സെറ്റപ്പുമുള്ള ഒരു വലിയ റൂം. അപ്പുറത്താണ് എൻ്റെ ക്യാബ്. തനിക്കിവിടെ ഇരുന്ന് ഇവൻ്റെ കാര്യങ്ങൾ നോക്കാം. അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. അവൻ്റെ ക്യാബിനിൽ പോയി. ഇഷാനി ആകെ സ്തംഭിച്ചു നിന്നു. പിന്നെ അവളുടെ സീറ്റിലിരുന്നു. എന്താണ് ഇതൊക്കെ? എന്തിനാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൾ ആ ചെയറിലിരുന്ന് ചിന്തിച്ചു. പിന്നെ ഗ്ലാസ്സിലൂടെ കാണുന്ന അർജുൻ്റെ ക്യാബിനിലേക്ക് നോക്കി. അവൾ ഗായത്രി ഫോൺ വിളിച്ചു. ഗായത്രി ഫോൺ എടുത്തു. ഹലോ ഇഷാനി, നീ ഓക്കെ അല്ലടാ? ഫോൺ എടുത്തതും അപ്പുറത്ത് നിന്ന് ആകുലതയോടെയുള്ള ചോദ്യമാണ് കേൾക്കുന്നത്. ഇഷാനി ഒരു നിമിഷം മൗനമായി നിന്നു. ഞാൻ ഓക്കെയാണ്. നീ ആ ഒബ്രോയ് ഗ്രൂപ്പിൻ്റെ ഇവൻ്റ് അല്ലേ? ആ കാര്യം ഒന്ന് നോക്കണേ. ആടാ, ഞാൻ നോക്കിക്കോളാം. ഇന്ന് വൈകുന്നേരം ഞാൻ നിൻ്റെ ഫ്ലാറ്റിൽ വരാം. നമുക്ക് സംസാരിക്കാം. അതും പറഞ്ഞ് ഗായു ഫോൺ വെച്ചു. ഇഷാനി അന്ന് ഓഫീസിൽ ഒന്നും ചെയ്തില്ല. അർജുൻ CCTVയിലൂടെ അവളുടെ അസ്വസ്ഥത കാണുന്നുണ്ട്. അതുകൊണ്ട് അവളെ അവിടെ പോയി ബുദ്ധിമുട്ടിച്ചതുമില്ല. വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളുടെ അടുത്തേക്ക് ഒരാൾ വന്നു. മാമിനെ ഫ്ലാറ്റിലാക്കാൻ സർ പറഞ്ഞു. അത് കേട്ട് അവൾ ഞെട്ടി. അതൊന്നും വേണ്ട, അവൾ പറഞ്ഞു. മാം, സാറിൻ്റെ ഓർഡറാണ്. കേട്ടില്ലെങ്കിൽ എൻ്റെ ജോലി പോവും. അവൾ പിന്നെ എതിർത്തില്ല. വണ്ടിയിൽ കയറിപ്പോയി. അവിടെ ഒരുവൻ അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.
അവൻ പിന്നെ കൂട്ടെടുത്ത് വീട്ടിലേക്ക് പോയി. ഓബ്രോയ് മനുഷ്യൻ. അവൻ വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശി അവനെ കണ്ട് ചിരിച്ചു. എന്താ മുത്തശ്ശി? അവനും ചിരിയോടെ ചോദിച്ചു. ഞാൻ അറിഞ്ഞു. എന്താ എൻ്റെ ഇന്ദിരക്കുട്ടി അറിഞ്ഞത്? അവനും ചോദിച്ചു. ഓഫീസിൽ അന്നിവിടെ വന്ന കുട്ടിയെ ജോലിക്ക് കയറ്റിയെന്ന്. അതും നിൻ്റെ പി എ ആയിട്ട്. അവൻ മുത്തശ്ശിയെ നോക്കി. ഒരു പെണ്ണിനെയും അടുപ്പിക്കാത്തവൻ ഇപ്പോൾ പി എ ആയിട്ട് ഒരുത്തിയെ കയറ്റിയെങ്കിൽ അവൾ ഈ മനസ്സിൽ കയറിയെന്ന് എനിക്കറിയാം. മുത്തശ്ശി കള്ളച്ചിരിയോട് പറഞ്ഞു. അത് കേട്ട് അവൻ ഗൗരവത്തെ അവരെ നോക്കി. മുത്തശ്ശിയോട് അവർ പറഞ്ഞതൊക്കെ എനിക്കും അവിടെ ആൾക്കാരുണ്ട്, മനസ്സിലായി, അവൻ പറഞ്ഞു. നീ കാര്യത്തിൽ ആവശ്യം മാറ്റാതെ. എന്നിട്ട് അവളോട് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം. അത് കേട്ട് അവനൊന്നും മിണ്ടിയില്ല. മുത്തശ്ശി അവനെ നോക്കി. അജു, അവർ വിളിച്ചു. ഇല്ല മുത്തശ്ശി, ഞാൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ എല്ലാം അറിഞ്ഞാൽ അവൾ എന്നെ വെറുക്കും. മുത്തശ്ശി. അവൻ്റെ കണ്ണ് ചെറുതായി നിറഞ്ഞു. അജു, മുത്തശ്ശി വേദനയോടെ വിളിച്ചു. എനിക്ക് ഭയം തോന്നുന്നു മുത്തശ്ശി. ആദ്യമായി അവൻ്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തു. അവൻ പെട്ടെന്ന് റൂമിലേക്ക് പോയി. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. പുറകിൽ ഇതെല്ലാം കേട്ടു നിന്ന ആ വൃദ്ധൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. അവൻ റൂമിലിരുന്ന് ഇഷാനിയുടെ ഫോട്ടോ നോക്കി. ആനി, അവൻ പ്രണയത്തിൽ വിളിച്ചു. അവൻ്റെ ശബ്ദം ഇത്രയും മാധുര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെ ആനി, എനിക്ക് നിന്നോട് പ്രണയമാണ്. പക്ഷേ ഞാൻ നിന്നോട് പറയില്ല. കാരണം എൻ്റെ പ്രണയം ഒരു ഭ്രാന്താണ്. അത് ചിലപ്പോൾ നിൻ്റെ സ്വാതന്ത്ര്യത്തെ തന്നെ ബാധിച്ചേക്കാം. അത് ചിലപ്പോൾ നിനക്ക് എന്നോട് വെറുപ്പ് സൃഷ്ടിച്ചേക്കാം. പേടിയാണ് എനിക്ക്. പക്ഷേ ഞാൻ നിന്നെ പ്രണയിക്കും. നീ അറിയാതെ തന്നെ എൻ്റെ അവസാന ശ്വാസം വരെ. അത് നീ എന്നെ പ്രണയിച്ചാലും ഇല്ലെങ്കിലും ഞാനുണ്ടാവും നിൻ്റെ കൂട്ടിന് ഒരു താങ്ങും തണലുമായി. നീ അറിയാതെ. അവൻ അത്രയും പറഞ്ഞ് അവളുടെ ഫോട്ടോയിൽ ചുംബിച്ചു. ഗായുവിനോടെല്ലാം പറഞ്ഞ് ബാൽക്കണിയിൽ ഇരിക്കുകയാണ് ഇഷു. ഗായു വർക്ക് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് വന്നതാണ്. ഇഷുവിനോട് പറഞ്ഞതുപോലെ ഇന്ന് ഗായു ഉള്ളതുകൊണ്ട് സിപ്പിയെ വിളിച്ചില്ല. ഗായും ഇഷാനിയും ഇവൻ്റ് കമ്പനിയിലുള്ള കൂട്ടാണ്. ഇടയ്ക്കൊക്കെ ഫ്ലാറ്റിൽ വരാറുണ്ട് അവൾ. എല്ലാം കേട്ട് തലയിലൂടെയും മൂക്കിലൂടെയും കിടിക പോയി. പാവം ഗായുവിൻ്റെ. എടി, ആ ചെറ്റ രാജീവ് നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയോ? അപ്പോൾ അർജുൻ സാർ തന്നെയാണോ അങ്ങനെ ഉപദ്രവിച്ചത്? അവനും അങ്ങനെ തന്നെ വേണം. കണ്ടാൽ എന്തൊരു മാന്യൻ. ഗായു യാജുവിൻ്റെ കാര്യം കേട്ട് തുള്ളുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ യശുവിനെ ഒന്ന് നോക്കി. നിനക്ക് അർജുൻ സാറിനെ നേരത്തെ അറിയാമെന്ന് നീ എന്താ പറയാതിരുന്നത് എന്നോട്? അതിനെനിക്ക് അയാളെ നേരത്തെ അറിയുന്നില്ല. അന്ന് ആ സംഭവത്തിലാണ് ഞാൻ അയാളെ ആദ്യമായി കാണുന്നത്. പിന്നെ ഇന്ന് ഓഫീസിൽ വന്നപ്പോൾ. ഇത് എനിക്ക് തോന്നുന്നു അയാൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. നീ അയാളെ അന്ന് രക്ഷിച്ചില്ലേ? അതൊക്കെ കൊണ്ട് ചിലപ്പോൾ നീ അയാളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാവും. അത് കേട്ട് ഇഷാനി ഞെട്ടിട്ട്, നീ ഇതെന്തൊക്കെ പറയുന്നതെന്ന് അറിയുമോ നിനക്ക്? ഇന്ത്യയിലെ തന്നെ ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് പവർഫുള്ളായ മുംബൈ നഗരത്തെ വിറപ്പിക്കുന്ന അർജുൻ ഒബ്രോയ് എന്നെപ്പോലെ ഒരു സാധാ ബസ് ഡ്രൈവറുടെ മോളെ പ്രേമിക്കാനോ? അവൾ പരിഹാസത്തോടെ പറഞ്ഞു. അതെന്താ ഇഷു, ബസ് ഡ്രൈവറുടെ മോളെ പ്രേമിക്കാൻ പാടില്ല എന്ന നിയമമുണ്ടോ? ഗായു, ഞാനും സീരിയസ് ആണ് ഇഷു. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അയാളെങ്ങനെ അറിഞ്ഞു രാജൻ നിന്നെ ഉപദ്രവിക്കുമെന്ന്? എനിക്ക് തോന്നുന്നു അയാൾക്ക് നിൻ്റെ ഓരോ കാര്യങ്ങളും അറിയാമെന്ന്. ചിലപ്പോൾ അയാളുടെ ചാരന്മാർ ഉണ്ടാവും നിൻ്റെ പിന്നിൽ. ഇതൊക്കെ കേട്ട് ഇഷു ആകെ വല്ലാതായി. ഇനി അയാളും ആ രാജനെ പോലെയാണോ? ആ ചോദ്യം എന്തുകൊണ്ട് ഇഷാനിക്ക് ഇഷ്ടമായില്ല. പെട്ടെന്ന് അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. സർ, അങ്ങനെയൊന്നുമല്ല, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. അത് പറഞ്ഞ് നിൽക്കാൻ നിന്നു. പെട്ടെന്ന് ഇഷാനിക്കുണ്ടായ ഭാവമാറ്റം കണ്ട് ഗായു പൊളിച്ചു നിന്നു. പിന്നെ ചെറിയൊരു ചിരിയോടെ അവളോട് ചോദിച്ചു, ഇഷു, ഡു യു ലവ് ഹിം? ആ ചോദ്യം അവളെ ഞെട്ടിച്ചു. അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെ മോളെ ഇഷുട്ടി? ഗായുവിൻ്റെ താളത്തിൽ ചോദിച്ചു. അത് കേട്ട് ഇഷുവിന് ദേഷ്യം തോന്നി. അവൾ തന്നെ കളിയാക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. എനിക്ക് അയാളോട് അങ്ങനെയൊന്നുമില്ല. നീ ഓരോന്നും ഉണ്ടാക്കണ്ട. അത് കേട്ട് ഗായു അവളെ ചേർത്ത് നിർത്തി. ഞാനൊരു തമാശ പറഞ്ഞു, നീ അത് വിട്ട് കളഞ്ഞേക്ക്. അവൾ എന്തോ പറയാൻ വന്നതും ഇഷാനിയുടെ ഫോൺ ബെല്ലടിച്ചു. അവൾ ഗായുവിനെ കൂർപ്പിച്ച് നോക്കി റൂമിലേക്ക് പോയി. ആ പോക്ക് നോക്കി ഗായു ചിരിച്ചു. പിന്നെ പുറത്തെ മുംബൈയുടെ രാത്രി ഭംഗി നോക്കി. അപ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. യെസ് ഡിയർ, നീ അർജുനെ പ്രണയിക്കുന്നുണ്ട്. അത് നീ അർജുനെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യത്തിലും വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് എനിക്ക്. പക്ഷേ അത് നിനക്ക് മനസ്സിലായിട്ടില്ല. നീ എന്നത് മനസ്സിലാക്കും. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. സ്റ്റോറി ഇതുവരെ ട്രാക്കിലേക്ക് കയറിയിട്ടില്ല. ഞാൻ അതിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്.